അടുത്ത ദിവസം രാവിലെ ആയി. കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അവൻ്റെ വീട്. ഇവിടെയാണ് ഞാൻ ചെയ്യുന്നത്. പഴയ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ വീട് പോലെ, നമ്മുടെ മേഘാലയൻ ജനലൊക്കെ പോലത്തെ ജനലാണ് കേട്ടോ ഇവിടുത്തെ വീടുകളും ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഇവരുടെ ഗാംബിയക്കാരുടെ പ്രാദേശികമായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒമറിന്റെ ഡ്രസ്സാണ് കേട്ടോ. ഒമറാണ് എൻ്റെ സുഹൃത്തിൻ്റെ പേര്. ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ വരുന്നത് റിപ്പബ്ലിക് ദിനമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, സോറി ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഇവിടുത്തെ കോൺസുലേറ്റിലോട്ട് പോവാണ്. കോൺസുലേറ്റിലല്ല പരിപാടി, വേറെ എവിടെ വെച്ചാണ്. ഇവിടെ ഒരു കോൺസുലേറ്റ് ഉണ്ട്, ഇവിടെ എംബസി ഒന്നുമില്ല, ചെറിയ രാജ്യമല്ലേ. എംബസി നമ്മുടെ സെനഗലിലുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ കോൺസുലറൊക്കെ മലയാളിയായിരുന്നു. കുറേ മലയാളികളുണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിച്ചു. അവരൊക്കെ ഒരു ചേട്ടനൊക്കെ ഭയങ്കര ഇൻവൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ചേട്ടൻ വീട്ടിലൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. മറ്റൊരു മലയാളിയെ കാണുമ്പോൾ മറ്റുള്ള മലയാളികൾ, പിന്നെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യൻ ഫുഡായിരുന്നു. പോഹ, നമ്മുടെ സമൂസ, ബ്രെഡ്, അങ്ങനത്തെ സാധനങ്ങൾ. നമ്മൾ തിരിച്ചങ്ങനെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ വീട്. ഇതാണ് നമ്മുടെ ഒമർ. Thank you for the experience, man. It's not opening. ഇവിടെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അവരുടെ കിച്ചണിൽ എന്തോ ഭക്ഷണം ഉണ്ടാക്കുവാണ് കേട്ടോ. എന്താ? ഓ, ഫിഷ്. ഇവിടെ ഇവരുടെ മീനൊക്കെയാണ് കേട്ടോ. ഫിഷ് ഈസ് ദ മെയിൻ ഫുഡ് ഹിയർ. മീനും ഇറച്ചി ഇവരുടെ പ്രധാന ഭക്ഷണമാണ്. ഇവിടെ മീൻ ഉണ്ടാക്കുന്നു, ഇവിടെ മീൻ പൊരിക്കുന്നു. ഇവരുടെ കിച്ചൺ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവരുടെ കിച്ചൺ. കണ്ടില്ലേ ഇവിടെ. What is this, bro? I don't know. This is fish, right? No, this is fish. What is this? This is garlic. ഓ, ഗാർലിക്. നമ്മുടെ വെളുത്തുള്ളി, ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് ആക്കുന്ന സംഭവമാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. ഇവിടെ കിച്ചൺ. വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ റൈസ്, അതിൻ്റെ കൂടെ മീനാണ് കേട്ടോ. അതാണ്ട് പൊരിച്ച മീനാണ്. How do you call, bro? Yasajin. ജിൻ മീൻസ് fish. ജിൻ എന്ന് പറഞ്ഞാൽ ഫിഷ്, അതിനെയാണ് പറയുന്നത്. ഫിഷിനെയാണ് ജിൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ റൈസ്. ഇതാണ് കേട്ടോ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇവർ എപ്പോഴും ഫുട്ബോൾ പ്രാന്തന്മാരാണ് കേട്ടോ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവനാണ്, എപ്പോഴും കണ്ടോണ്ടിരിക്കും. അപ്പോൾ നമ്മളിനി ഗ്യാസ് ജിന്ന്, ഇന്നലെ നേരത്തെ കഴിച്ചത് ഗ്യാസ് ഗിനാർ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് സ്ട്രീറ്റിലോട്ട്, ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് പോവാണ്. Which beach we are going, bro, today? ബാഞ്ചൂൾ ബീച്ചിലോട്ടാണ് കേട്ടോ നമുക്ക് പോകുന്നത്. ഇതുപോലുള്ളതാണ്ട് ഇരിപ്പിടങ്ങൾ ഇട്ടേക്കുന്നുണ്ടോ. അതായത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവർ വന്നിരുന്ന് ഇവരുടെ വീട്ടിൻ്റെ സ്ട്രീറ്റിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഇവരിവിടെ ഇരുന്ന് ചായ ഇടിക്കും കേട്ടോ. അതാണ് ഇവരുടെ പരിപാടി. അങ്ങ് ദൂരെയായിട്ടും കുറേ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ചായ എന്ന് പറയുമ്പോൾ ഇവരുടെ പാല് തന്നെ ഒരുമാതിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള പാലാണ് കേട്ടോ. ഒരു ടിന്ന് മിൽക്കാണ്, ചോക്ലേറ്റ്, ഒരു ഷേക്കിൻ്റെ പോലത്തെ ഒരു ചായയാണ് കേട്ടോ. എനിക്കിഷ്ടമില്ല. ഒമറോടെ പോയി, ഒമറിനെ കാണാനില്ലല്ലോ. What is this? Baobab juice. You know baobab? Baobab, yeah. Baobab juice. ഓ, ഇത് ബൗബാബ് മരത്തിന്റെ ജ്യൂസാണ് കേട്ടോ. വലിയ ആൽമരം പോലുള്ള സംഭവം ഉണ്ടല്ലോ. India. Yes. From India? Yes. You were working with Indian? Yeah. What's their name? Praveen and Ashwin. Praveen and Ashwin. How are they? They are good? They are in Senegambia now. Senegambia, they are good? Yeah. Oh, okay. അവരവിടെ എന്തോ ഭക്ഷണം. Very good. Praveen, Ashwin were very good. Oh, thank you so much. Okay. അവരെന്തോ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. What is this food? Yes. Chukong. Huh? Chukong. What is the chukong? ഫിഷ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ കുറെ ഫിഷ് അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇവരുടെ കിച്ചണാണ്. ഇതുപോലത്തുള്ള ബൈക്കുകൾ ഇവിടെ ഫേമസ് ആണ് കേട്ടോ. ഇത് ഏതിന്റെ ബൈക്കാ? TVSന്റെ ബൈക്കാണോ? എനിക്ക് അറിയില്ല കേട്ടോ. ബാഞ്ചുൾ നഗരത്തിന്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് 2 എൻട്രൻസ് ഉണ്ട്. അതിൽ ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഐ ലവ് ബാഞ്ചുൾ എന്ന് അവര് ഒരു ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ലോ സ്കൂളാണ് കേട്ടോ. നമ്മുടെ ഗാംബിയയുടെ ഒരു ലോ സ്കൂളാണ് നിങ്ങൾ കാണുന്നത്. ഗാംബിയ ആക്ച്വലി ഭയങ്കര എന്താ പറയുക, ഒരു
ചെറിയൊരു രാജ്യമാണ്, എല്ലാത്തിലും താന്നു നിൽക്കുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആണ്. നമ്മളിവിടുത്തെ ബീച്ചിലോട്ട് പോവാണ്. ഗാംബിയയില് സെക്സ് ടൂറിസം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഇതാണ്. അതായത് പ്രായം കൂടിയ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും, സ്ത്രീകൾ വളരെയധികം വരാറുണ്ട്. വലിയ പ്രായം കൂടിയ യൂറോപ്യൻ സ്ത്രീകളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളെ എന്താ പറയുക അവരുടെ കൂടെ ഡേറ്റിന് പോവും, എന്താ പറയുക ലൈംഗികപരമായിട്ട് അവരെ ഉപയോഗിക്കും. അതിന് പകരമായിട്ട് ഇവർ പൈസ കൊടുക്കും. അപ്പോൾ ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്ക് ഇത് ഇവരുടെ ഒരു വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യും. യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന അവർക്ക് അവരുടെ ആവശ്യങ്ങൾ, ഇത് ഞാൻ ഒരു തമാശയായിട്ട് പറയുന്നതല്ല, സെക്സ് ടൂറിസം സാംബിയയിൽ ആക്ച്വലി ഭയങ്കര കോമൺ ആണ്. സ്പെഷ്യലി സോറി I'm not saying anything bad. I'm not saying anything bad. After the video, don't worry. Sorry? After the video, don't worry. Sorry, what? After the video. After the video. You want to say something? I'll tell you something. Okay. അവൻ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ തരും കേട്ടോ. He will give us more information about it because he's a local. So അപ്പോൾ അത് ഇവിടെ ഭയങ്കര ഒരു സംഭവമാണ്. അത് സാധാരണ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു സ്ഥലത്തല്ല, കുറച്ച് അപ്പുറത്തായിട്ട് ഇവരുടെ കൂടുതൽ ഹാപ്പനിങ് നടത്തിക്കുന്ന ഈ ക്ലബ്ബുകളും ഈ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയാൽ നമുക്കിത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നൈസ് ബീച്ച് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ പാട്ടും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അവിടെ പയ്യന്മാർ. അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ബീച്ച്, ഫുള്ള് തെങ്ങുകൾ, അടിപൊളി. എന്റെ സുഹൃത്തുക്കളെല്ലാരും ഇവിടെ ബാർബിക്യൂ ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വൈറ്റ് ബീച്ച് കേട്ടോ, നല്ല രസമുള്ള വൈറ്റ് ബീച്ച്. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ സ്ഥലമല്ല കേട്ടോ, അതായത് ലൈംഗിക എന്താ പറയുക ടൂറിസം നടക്കുന്ന സ്ഥലം, അത് വേറെ സ്ഥലമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ഏരിയയിൽ ഇവർക്ക് ഈ വാക്ക് ഉപയോഗിക്കുന്നത് കേൾക്കുമ്പം തന്നെ അത് ഇഷ്ടമല്ല. കാരണം ഇവരെ പറയുന്നത് സ്മൈലിംഗ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക എന്നാണ്. സത്യത്തിൽ ഇവരെല്ലാവരും നല്ല സ്മൈലാണ് കേട്ടോ, ഭയങ്കര ചിരിക്കുന്ന ആളുകളാണ് ഗാംബിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ലൈംഗിക എന്താ പറയുക ടൂറിസം ഒക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്താണ്, അതായത് വേറൊരു ഭാഗത്താണ്. ഇത് ബാൻജുൽ ക്യാപിറ്റൽ നഗരവും മറ്റൊരു ഭാഗത്താണ് ഈ കൂടുതൽ ഞാൻ പറഞ്ഞ ഈ പരിപാടിയെല്ലാം കൂടുതൽ നടക്കുന്നത്. ഇവിടെയൊക്കെ കൂടുതൽ ആളുകൾ ഫുട്ബോൾ കളിക്കാൻ വന്ന കാഴ്ചയും ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടി വന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടിപൊളി കേട്ടോ. കാണുന്നതൊക്കെ ഇന്റർനാഷണൽ ചാനലിൽ നിന്ന് വരുന്ന നമ്മുടെ കപ്പലുകളാണ് കേട്ടോ, ചരക്കിന് വേണ്ടിയൊക്കെ ഉള്ള കപ്പലുകളാണ്. ആ കാണുന്നതാണ് നമ്മുടെ ബാറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഫെറി എടുത്ത് ഞാൻ ഈ കാണുന്ന ഭാഗത്തോട്ട്, ക്യാപിറ്റൽ ഭാഗത്തോട്ട് വരുന്നത്. ഇതിപ്പോൾ കടലാണ്. അങ്ങോട്ട് പിന്നെ നേരെ പോകുമ്പോൾ നമ്മുടെ ഗാംബിയ റിവർ ആവും ഉള്ളിലോട്ട്. ഈ ഒരു റിവർ അല്ലെങ്കിൽ കടലാണ് ആക്ച്വലി ഈ ഒരു രണ്ട് ഭാഗത്തെ ഗാംബിയയെ രണ്ടായിട്ട് പളർത്തിയിരിക്കുന്നത്. നല്ല ആക്റ്റീവാണ് കേട്ടോ. കുട്ടികളെല്ലാം കളിക്കാൻ വേണ്ടി വരുന്നു. ഫുട്ബോൾ കുറേ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നു, കുറേ ആൾക്കാർ ഓടുന്നു, നടക്കുന്നു. ഭയങ്കര അത്യാവശ്യം നൈസ് കേട്ടോ, നല്ല വൈബായിട്ടുള്ള ഇത്. ആ കാണുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ വീടാണ്. ഈ ഒരു ഭാഗത്ത് ആളുകൾ അവരുടെ ഫിഷിംഗ് നെറ്റ് ഇങ്ങനെ മണലിൽ ഇങ്ങനെ കുഴിച്ചു വെച്ചിരിക്കുവാണ്. അവർ മീൻ പിടിക്കുന്നതാണ് കേട്ടോ. അത് മീൻ കൊത്തുമ്പോൾ അത് ഇതാവും, എന്നിട്ട് ആൾക്കാർ അതിനെ പോയി പിടിക്കും. അങ്ങ് ദൂരമായിട്ട് നമുക്കൊരു ചെറിയൊരു കപ്പൽ കാണാം. 4 വർഷമായിട്ട് അവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുവാണ്. ഇത് തുർക്കി സ്പോൺസർ ചെയ്ത ഒരു കപ്പലാണ് കേട്ടോ. അത് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്, വൈദ്യുതിയാണ് ആക്ച്വലി ഈ ബാഞ്ചിൽ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഷിപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് എന്ത് പവറാണെന്തോ, ഹൈഡ്രോ പവർ ആണോ എന്തോ കേട്ടോ. ഹൈഡ്രോ പവറിൽ നിന്നായിരിക്കണം അവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബാഞ്ചിൽ നഗരത്തിന് മുഴുവൻ ഇതിൽ നിന്ന് കൊടുക്കുന്നത്. ഇതൊക്കെ ഫിഷേഴ്സിന്റെ വീടുകളും സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇതുപോലെ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അവർ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഫുള്ള് പയ്യന്മാരും എല്ലാവരും ആയിട്ട് കേട്ടോ. നമസ്തേ. ഈ ഒരു ഭാഗത്തെ സ്ട്രീറ്റ് ഒന്നും പണ്ട് എന്താ പറയുക കണ്ടെത്താൻ പാടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ബിൽഡിങ്ങിലെല്ലാം ഇപ്പോൾ ഇവരൊരു ഗൂഗിളിൻ്റെ കോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കോഡ് ഗൂഗിളിൽ അടിച്ചാൽ ഈ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അതെല്ലാ വീടുകളുടെ മുന്നിൽ എന്തോട്ടെ അവിടെ ഒരു ബോർഡ് കാണാം. ഓ, മുമ്പ് ഇതുപോലത്തെ നമ്പറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിട്ടാ ഗൂഗിളിൽ വരില്ല. അപ്പോൾ ഇതിൽ ഗൂഗിളിൽ കിട്ടാം. നമ്മുടെ നാട്ടിലൊക്കെ ഗൂഗിളിൽ വീട്ടിൻ്റെ നമ്പർ ഇട്ടാൽ വരില്ല. അത് ഇവിടെ ഉണ്ട് കേട്ടോ ഈ സിസ്റ്റം. വീട്ടിൽ ഇവിടെ ആഫ്രിക്കൻ കുസ്കുസ് ഉണ്ടാക്കുവാണ്. ഇവിടെ മാവിട്ടിട്ട് അവർ അരിക്കുന്ന അരിപ്പാണ് കേട്ടോ കാണുന്നത്. ഇത് അരിച്ച സാധനം അതുകൊണ്ട് അവിടെ അരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ലൈവായിട്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കും തോന്നുന്നു. ആ ഫോർ
Daughter will give it the shape. ഓ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ മാവ് കുഴക്കുന്ന പോലെ. Water with the salt. ഇതാണ് കേട്ടോ ഇവരുടെ സ്ത്രീകളുടെ ഡ്രസ്സ്. ഈ കാണുന്നതാണ് കേട്ടോ, ഇതുപോലത്തുള്ള ഡ്രസ്സൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് അവര് This from this. അതില് ആക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് വരും കേട്ടോ, കുസ്കുസ് പോലെ. എന്നിട്ട് നാളെ This one രാവിലെ is a ആക്കിയിട്ട് coos. ചെയ്യും. It's a coos and maize. ഓ ഇത് മൈസും നൈസ്. Exactly. ആ കോൺ, M-A-I-Z-E. Corn. നമ്മുടെ Maize and കോൺഫ്ലവർ. Yes, corn flour and a maize. Or a little bit of corn. അതിൽ കുറച്ച് കോൺ ഉണ്ട് കേട്ടോ, അതായത് നമ്മുടെ ചോളപ്പൊടി. കാണുന്നത് നമ്മുടെ മരിച്ചിരിപ്പൊടി, നമ്മുടെ കോൺ. Yes, this one is for porridge. പോറിഡ്ജ്. ഇത് നമ്മുടെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഇതിൽ ഉണ്ടാക്കുന്നത്. Small balls and then after we cook it. ഓക്കെ, കൊള്ളാം കേട്ടോ ഈ സംഭവം. ഞാൻ നമ്മുടെ ഒമറിൻ്റെ കൂടെ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി പോവാണ്. നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ ഇട്ടു. ഇവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രാന്താണ്. ഇവിടെ ഫുട്ബോള് മാഞ്ചസ്റ്റർ ഒരു ഗോൾ അടിച്ചതിന് അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എൻ്റെ അമ്മോ, ഞാൻ തന്നെ പേടിച്ച കേട്ടോ. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറേ നേരം എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഈ വീഡിയോ കാണുന്ന കുറേ ഫുട്ബോൾ പ്രാന്തന്മാർ കാണും. ഞാൻ എന്തായാലും അത്ര ഇതൊന്നുമില്ല, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അങ്ങനെ അധികമായിട്ട് ഒന്നിലും അഡിക്റ്റഡല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പോയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കളിക്കാണ്. അന്ന് പോയപ്പോൾ പക്ഷേ എനിക്ക് മനസ്സിലായി, ആ ഒരു വൈബ് മനസ്സിലായില്ലേ, അതായത് ആ സ്റ്റേഡിയം ഫുള്ളുള്ള ഇത്. അപ്പം അത് കണ്ടപ്പം തന്നെ എൻ്റെ ഒരു രോമമൊക്കെ എണീറ്റ് എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ഫുട്ബോള് താല്പര്യമുള്ളവരെ ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ ബ്രോ, ലെറ്റ്സ് ഗോ. Which player you like? Bruno Fernandes, Amad Diallo. അതാരാം തോട്ടോ. ബ്രൂനോ ഫെർണാണ്ടസ്. From where? Manchester United. Manchester United. Which is your favorite team? Manchester United. The best Which is your favorite country in terms of football? football. England. England. Yeah. You don't like Spain or Brazil or Argentina? You like England? I suppose I watch their football matches, but I don't like them. Okay, ഇവന് ഇംഗ്ലണ്ട് ആണ് They കേട്ടോ are my own ഇഷ്ടം. choice. ഇവിടെ ഒരു ഫാൻസി വെഡിങ്ങിനാണല്ലോ വന്നത്. എൻ്റെ അമ്മോ, ഫുള്ള് ഫാൻസി. എന്തൊരു ഫാൻസി കല്യാണം കേട്ടോ. ഇവിടെയുള്ള ആളുകളെല്ലാം എന്താ പറയാ, വളരെ വ്യത്യസ്തമായിട്ടുള്ള കളർ ഇട്ടു. രാത്രി കണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഡാൻസും പാട്ടും. ഇനി വധു വരാൻ വേണ്ടി പോവാണ്. ഇവിടെ 6 മണിക്കാണ് കല്യാണം തുടങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ഗാമി കല്യാണം 6 മണി എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിയാണ് കേട്ടോ. 9:30 മണിയായിട്ട് ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. അതാണ് വാസ്തവം. ഓരോ ടീമായിട്ട് വരുവാണ്. ആദ്യം സുഹൃത്തുക്കള്, ഇനി വധുവിന്റെ ഫാമിലി വരുവാണ്.
ഫുഡാണ് കേട്ടോ, ഫുഡാണ് കൊണ്ടുവന്ന് തന്നത്.
ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ വീട്ടിൽ വന്നു, രാവിലെ കിടന്നുറങ്ങി, രാത്രി കിടന്നുറങ്ങി, രാവിലെ എണീറ്റു. ഇന്ന് ഞാൻ ഒമറിന്റെ വീട്ടിൽ നിന്ന് വിട പറയാണ്. ഒമർ, താങ്ക് യു ഫോർ എവറിത്തിങ് മാൻ. You're most welcome, bro. കം ടു കേരള ഹബീബി. ഓക്കെ, Yeah, I'm not. അപ്പോൾ ഒമർ ഒരു ദിവസം കേരളത്തിൽ വരും, ഇൻഷാ അല്ലാഹ് വരുമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇന്നലത്തെ കല്യാണത്തിന്റെ ഭക്ഷണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് കല്യാണത്തിന്റെ ഭക്ഷണം, അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഇന്നലെ അവരൊരു എല്ലാവർക്കും ഒരു പ്ലേറ്റ് ആയിട്ട് തണ്ട ചിക്കൻ, ഒരു സ്വീറ്റ്, എന്തോ ഒരു സമൂസ പോലത്തെ ഒരു സാധനം, ഇതാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ചിക്കൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഇന്ന് ഞാൻ നെക്സ്റ്റ് പോകുന്നത് ബിസാവുലോട്ടാണ്. ഗിനിയ ബിസാവു വളരെ ഒരു കുഞ്ഞു രാജ്യമാണ് കേട്ടോ. അപ്പൊ ആ ഒരു രാജ്യം പോകുന്നെങ്കിൽ വീണ്ടും സെനഗൽ കയറിയിട്ട് വേണം പോകാൻ. കാരണം ഗാംബിയ എന്ന് പറയുന്നത് സെനഗൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് ലാൻഡ് ലോക്ക് ചെയ്ത് കിടക്കപ്പെടുന്ന ഒരു രാജ്യം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു മലയാളി, അതൊന്നും ഞാൻ ചിത്രീകരിച്ചില്ല, മറന്നുപോയി. ഞാൻ കുറച്ച് ക്യാഷ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ, ലോക്കൽ ക്യാഷ്. സെനഗലിൽ പോയിട്ട് എനിക്ക് ബിസാവുവിൻ്റെ വിസ എടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനുണ്ട്. ഞാൻ ഇനി തൽക്കാലം ഹിച്ചേക്ക് ചെയ്യാം. ടാക്സി വന്നാൽ ടാക്സിയിൽ കയറിയിട്ട്, ഷെയർ ടാക്സി വന്നാൽ വല്ല ബസ് വല്ലതും കിട്ടിയാൽ അങ്ങനെ ചെയ്യാം. കാരണം എനിക്കിപ്പോൾ സമയമില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ ഇനി സെനഗലിലോട്ടാണ് പോകുന്നത്. Mami, താങ്ക് യു സോ മച്ച്. no, but you're not telling me that you're taking me a picture. It's okay, now you can say hi. Hi, Mami, how are you? Mahin. Mahin, how are you? I'm good. How are you? Nice to meet you. Nice to meet you, teacher. All the best in your journey. Thank you so much. Bye-bye. ടീച്ചർ ഇവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിലോട്ട് വരട്ടെ എന്നോ, അപ്പം പറഞ്ഞു ഇല്ല, അത് ചിലപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത വണ്ടികളിൽ കയറി ഞാനിങ്ങനെ മുന്നോട്ട് പോവാം. ഞാൻ അടുത്തൊരു ഷെയർ ടാക്സിയിൽ കയറി. ഇതാണ് കേട്ടോ ഇവരുടെ കറൻസി, ദാലാസ് എന്നാണ് ഇതിനെ പറയുന്നത്. ദലാസ് വഴിയിൽ ഒരു കന്നുകാലി മാർക്കറ്റാണ് കേട്ടോ. കന്നുകാലിക്ക് വേണ്ടിയുള്ള അവരുടെ പുല്ലും സംഭവങ്ങളാണ് അവിടെ. അതിൻ്റെ അകത്തായിട്ട് ഫുള്ള് കന്നുകാലിക്ക് വേണ്ടിയുള്ള മാർക്കറ്റാണ്, കന്നുകാലികളാണ് കേട്ടോ. അയ്യോ, അത് കാണാൻ വേണ്ടി പറ്റിയില്ല. ഫുള്ള് പശുക്കളും ഫുള്ള് ആടുകളും. ഒരു അടുത്ത വണ്ടിയിൽ കയറിയതാണ്. പുള്ളിക്കാരൻ ചവററിയാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ്. എന്ത് സന്തോഷത്തോടെയാണ് പുള്ളിക്കാരൻ ചവറ് വാരി എറിയാണ് കേട്ടോ റോഡില്. നമ്മുടെ നാട്ടിലും കുറവൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ എറിയും. അതിന് എറിയാതിരിക്കാൻ വേണ്ടി കുറച്ച് വിവരവും എന്താ പറയാ, ഒരു ആത്മാർത്ഥതയൊക്കെ വേണം കേട്ടോ. How are you? Fine. Good. Did you throw? Yes. Yeah. Not good. Not good. Okay. പുള്ളിക്കാരൻ കൊള്ളൂലെന്നൊക്കെ അറിയാം. എന്നാലും 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ ബോർഡറിൽ പോകാൻ വേണ്ടി ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. Not there. That? Where are you going? There. Okay. Okay. അത്ര ദൂര. അദ്ദേഹം ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, നെസ്ബസ് മെമ്മോറിയൽ സ്കൂൾ ആൻഡ് മദ്രസ. കാണുന്നത് ഇവിടുത്തെ ഒരു ഗാംബിയയിലെ ഒരു സ്കൂളാണ്. കുട്ടികൾ ക്ലാസ്സിലൊന്നും പോകുന്നില്ല, അതേസമയം എന്താ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ കളിയാണ് കേട്ടോ. ചെറിയൊരു സ്കൂളാണ്. ഗാംബിയൻ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഗാംബിയൻ എമിഗ്രേഷൻ സ്മൂത്ത് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും തരാൻ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ എൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ വണ്ടിയിലോട്ട്